പുഷ്പം ഇതിനകത്തേക്ക് മറ്റൊരു കളറോ കാര്യങ്ങളോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പിടിച്ച ശംഖുപുഷ്പം ഉണക്കി നല്ലപോലെ തണലത്ത് ഉണക്കി, വെയിലത്തല്ല തണലത്ത് ഉണക്കി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പൊടിച്ച് അതുപോലെ ഒരു ടിന്നിനകത്താക്കി അത് ലിക്വിഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ലിക്വിഡ് ആക്കുമ്പോൾ ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ലിക്വിഡ് ആക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മുടെ ക്രീമിനകത്തേക്ക് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ലിക്വിഡ്. ഇതാണ് നമ്മുടെ ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു ഔഷധ പൗഡർ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്ലവർ ആണ് ശംഖുപുഷ്പം. ആ ഫ്ലവർ എന്ന് പറയാൻ മാത്രം പറ്റത്തില്ല, അതിന്റെ ആ ചെടി മൊത്തം ഔഷധ ഗുണമാണ്. അതിന്റെ വേരായാലും അല്ലെങ്കിൽ ഇലയായാലും ഒക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയ മൊത്തം അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ശംഖുപുഷ്പം. ഏതെല്ലാം തരത്തിലാണ് ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങൾ എന്നുള്ളത് നമ്മൾ യൂട്യൂബ് എടുത്താലോ ഗൂഗിൾ എടുത്താലോ ഒക്കെ അറിയാൻ പറ്റും. ശംഖുപുഷ്പം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഒരു മെഡിസിൻ ആണെന്ന് തന്നെ പറയാം. കറക്റ്റ്, അത്രത്തോളം ബലം തരുന്ന ഒരു പൗഡർ അല്ലെ ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഇതിനെ അത്രയും പ്യുവറായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഒരു കെമിക്കലോ അല്ലെ ഒരു പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യാതാണ് നമ്മൾ ഇത് ഇത്രയും തയ്യാറാക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ റിസൾട്ട്